2 രാജാക്കന്മാർ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ ആത്മാവ് പ്രകാശിപ്പിച്ചു തന്ന ചില വചനവെളിപ്പാടുകൾ പങ്കിടുവാൻ ദൈവം തരുന്ന വലിയ ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ശാപത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് എന്ന വിഷയത്തെക്കുറിച്ചാണ്. ആരും ശാപഗ്രസ്തരായി തീരുവാനോ ശാപത്തിൽ തകർന്ന് ഇല്ലാതെയാകുവാനോ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവവചനത്തോടുള്ള അനുസരണക്കേട് നിമിത്തമാണ് ശാപം വരുന്നതെങ്കിലും എല്ലാ വ്യക്തികളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് അതേക്കുറിച്ച് ചിന്തിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഈ പ്രവാചക ശിഷ്യൻ്റെ മരണശേഷം കടക്കാരൻ അവൻ്റെ 2 മക്കളെയും അടിമകളായി കൊണ്ടുപോകാനെത്തി. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ തലമുറകളെ അടിമകളായി കൊണ്ടുപോകുക എന്നത് പഴയ നിയമപ്രകാരം ശാപത്തിൻ്റെ ലക്ഷണം തന്നെയാണ്. പ്രവാചക ശിഷ്യൻ്റെ മേൽ വന്ന ശാപം ആ കടക്കാരനിൽ കൂടെ അവൻ്റെ തലമുറകളെയും പിന്തുടരുകയായിരുന്നു. കടക്കാരൻ വന്ന് കുട്ടികളെ അടിമയായി കൊണ്ടുപോയിരുന്നുവെങ്കിൽ ആ വിധവ ഇസ്രായേലിലെ ദൈവത്തെ നിന്ദിക്കുവാനിടയുണ്ടായിരുന്നു. അത് നിമിത്തം അവളും ശാപത്തിൻ്റെ കീഴിലാകും. തന്ത്രപരമായ നീക്കത്തിൽ കൂടെ ആ കുടുംബത്തിൻ്റെ സമ്പൂർണ്ണമായ തകർച്ചയാണ് സാത്താൻ ആഗ്രഹിച്ചത്. എന്നാൽ കടക്കാരൻ വന്ന് കുട്ടികളെ അടിമയാക്കുവാൻ ശ്രമിച്ചപ്പോൾ അവർ ഓടി രക്ഷപ്പെട്ടതും തൻ്റെ ഭർത്താവിൻ്റെ യജമാനനായിരിക്കുന്ന എലീശ എന്നു പേരുള്ള ദൈവപുരുഷൻ്റെ അടുക്കിലേക്ക് പോകുവാൻ അവൾ തീരുമാനിച്ചതുമെല്ലാം സാത്താന്യ പദ്ധതിയെ തകർത്തു കളയുന്നതായിരുന്നു. നാം ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോഴാണ് നമ്മുടെ ഏത് സാഹചര്യത്തിലും നമ്മുടെ ഏത് തകർച്ചയിലും നാം ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോൾ നമുക്കെതിരെയുള്ള പൈശാചിക കോട്ടകൾ, പൈശാചികമായ പദ്ധതികൾ എല്ലാം തകർന്നു വീഴുകയാണ്. അവിടെ മനുഷ്യവർഗത്തോടുള്ള ബന്ധത്തിൽ ശാപം ആരംഭിക്കുന്നത് ഏദൻ തോട്ടം മുതലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവകൽപ്പന ലംഘിച്ച ആദ്യ മാതാപിതാക്കൾ ദൈവിക സംരക്ഷണത്തിന് പുറത്തു പോവുകയും സാത്താന്യ ബന്ധനത്തിൽ അകപ്പെടുകയും ചെയ്തു. ആദാമിൻ്റെ അനുസരണക്കേട് നിമിത്തം മനുഷ്യവർഗം മുഴുവനും ശാപത്തിന് കീഴിലായി തീർന്നു. റോമർക്കെഴുതിയ ലേഖനം പറയുന്നുണ്ട്, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നുവെന്ന് റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. ആദാമിൽ ആരംഭിച്ച ആത്മീക മരണം ഇന്നും അത് തുടരുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി. ആദാമ്യ ശാപത്തിൻ്റെ അല്ലെങ്കിൽ അനുസരണക്കേടിൻ്റെ പിന്തുടർച്ചയാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നത്. തിരുവെഴുത്ത് പറഞ്ഞു, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ മനുഷ്യവർഗത്തെ ഈ സാത്താന്യ ബന്ധനത്തിൽ നിന്ന് വിടുവിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ആദാമ്യ പാപത്തിനുള്ള ശിക്ഷ യേശുക്രിസ്തു തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. ഒന്നാം മനുഷ്യനായിരുന്ന ആദാമിൻ്റെ അനുസരണക്കേടിനാൽ സാത്താന്യ ബന്ധനത്തിലായി തീർന്ന അല്ലെങ്കിൽ ശാപത്തിലായി തീർന്ന മനുഷ്യവർഗത്തെ വിടുവിപ്പാൻ ഒടുക്കത്തെ ആദാമായിരിക്കുന്ന യേശുക്രിസ്തു ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീരുകയായിരുന്നു. യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ആദാമിൽ ആരംഭിച്ച് മനുഷ്യവർഗത്തിൽ മുഴുവൻ കർത്തൃത്വം ചെയ്തു വന്നിരുന്ന മരണശക്തികളെ തകർത്ത് യേശുക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു എന്ന് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 45-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദാമ്യ ലംഘന നിമിത്തം മനുഷ്യൻ്റെ ആത്മാവിൽ വ്യാപരിച്ചിരുന്ന മരണത്തെ നീക്കുവാനായിട്ടാണ് യേശുക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നത്. യേശുക്രിസ്തുവിനെ ഒരു വ്യക്തി രക്ഷകനായി ഏറ്റുപറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്ന അവൻ്റെ ആത്മാവിന് യേശുക്രിസ്തു തൻ്റെ ആത്മാവിനാൽ ജീവൻ നൽകുന്നു. എഫെസ്യർ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഈ വാക്യത്തിൽ മരിച്ചവരായിരുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ആദാമ്യ പാപത്തിൻ്റെ ഫലമായുണ്ടായ ആത്മീക മരണത്തെയും ഉയർപ്പിച്ചു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് യേശുക്രിസ്തുവിനെ രക്ഷകനായി ഏറ്റുപറയുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവിലുണ്ടാകുന്ന ദൈവിക ജീവനെയും കാണിക്കുകയാണ്. ആദാമിൻ്റെ അനുസരണക്കേടിനാൽ ആത്മീക മരണത്തിന് അടിമപ്പെട്ടിരിക്കുന്ന മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാനാണ് യേശുക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നത്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 13-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. പൗലോസ് ഇവിടെ പറയുന്നത് രക്ഷിക്കപ്പെടാത്തവരോടല്ല, യേശുക്രിസ്തുവിനെ അറിയാത്തവരോടല്ല, മറിച്ച് റോമയിലെ ദൈവസഭകളോടാണിത് പറയുന്നത്. റോമയിലെ സഭയിലെ ദൈവമക്കളോട് തന്നെയാണിത് പറയുന്നത്. ക്രിസ്തുവിൽ കൂടിയുള്ള പാപമോചനം പ്രാപിച്ചവർ തുടർന്നും യേശുക്രിസ്തുവിനെ അനുസരിച്ച് നടക്കേണ്ടതിൻ്റെ
പ്രാധാന്യതയാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ദൈവകൽപ്പനകളോട് കാണിച്ച അനുസരണക്കേട് നിമിത്തമാണ് മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. ദൈവസഭയാകുന്ന തോട്ടത്തിൽ ജീവിക്കുന്ന നാമും യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കേണ്ടതുണ്ട്. അല്ല എന്ന് വരികിൽ ആദാം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതുപോലെ നമ്മളും ദൈവസന്നിധിയിൽ നിന്നും പുറത്താക്കപ്പെട്ടുവെന്ന് വന്നേക്കാം. 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ആദാം ദൈവത്തിൻ്റെ വചനം ലംഘിച്ചപ്പോഴാണ് ദൈവിക സംരക്ഷണ വലയത്തിൽ നിന്നും പുറത്തു വന്നത്. അപ്പോഴാണ് ആദാമിനെ പിശാച് കവർന്നു കളഞ്ഞത്. എന്നതുപോലെ തന്നെ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിലനിൽക്കാത്ത വ്യക്തികളെയും സഭകളെയും സാത്താൻ വിഴുങ്ങാൻ സാധ്യതയുണ്ട്. ആദാമിനെ വിഴുങ്ങിയതുപോലെ ദൈവമക്കളെയും വിഴുങ്ങുവാൻ ദുഷ്ടൻ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിൽ നാം വസിക്കുന്നുവെങ്കിൽ നാം പരാജയപ്പെടുകയില്ല. എന്നാൽ വചനത്തോടും പരിശുദ്ധാത്മാവിനോടും മത്സരിച്ച് നിൽക്കുന്നവർ സാത്താന്യ ബന്ധനത്തിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ട്. ദൈവസഭകളിൽ അംഗമായിരിക്കുന്നവർ സാത്താന്യ ബന്ധനത്തിൽ അഥവാ ശാപത്തിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ടോ? തിരുവെഴുത്ത് അതേക്കുറിച്ച് എന്തു പറയുന്നുവെന്ന് നമുക്ക് നോക്കാം. 2 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് ആത്മാവിനാൽ ഇപ്രകാരം എഴുതി: കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടുഓടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. ഇവിടെ ലോകത്തിൻ്റെ മാലിന്യം വിട്ടുഓടിയവർ എന്ന് അപ്പോസ്തലനായ പത്രോസ് വെളിപ്പെടുത്തുന്നത് രക്ഷിക്കപ്പെട്ടവരെ കാണിക്കുകയാണ്. ആദ്യത്തേതിനേക്കാൾ എന്നത് രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള അവസ്ഥയെ കാണിക്കുന്നുവല്ലോ. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിൽ കൂടെയുള്ള പാപമോചനം പ്രാപിച്ചവർ വീണ്ടും പാപം ചെയ്ത് തങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കിയാൽ അങ്ങനെയുള്ളവർ രക്ഷിക്കപ്പെടുന്നതിന് മുൻപുണ്ടായിരുന്നതിനേക്കാൾ കഠിനമായ പാപത്തിലും ശാപത്തിലേക്കും അകപ്പെടുകയാണ്. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയിൽ നിന്നും പിന്മാറുന്നവർ ന്യായപ്രമാണത്തിൻ്റെ കീഴിലാകുകയും ന്യായപ്രമാണപ്രകാരമുള്ള സകല ശാപങ്ങളും അവരെ പിന്തുടർന്ന് പിടിക്കുവാനും സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ലോകത്തിൽ ദൈവമക്കളായിരിക്കുന്ന നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലവിധമായ പ്രശ്നങ്ങളിൽ കുടുങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. കുടുങ്ങിപ്പോയാലും തോറ്റുപോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മടങ്ങി വരുന്ന കർത്താവിൻ്റെ വചനത്തിൽ നിലനിൽക്കുവാനാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായം 22-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതി: യേശുക്രിസ്തുവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. ദൈവസഭകളിലെ അംഗമെങ്കിലും ദൈവവചനപ്രകാരം നടക്കാത്ത എത്രയോ വ്യക്തികൾ ഇന്നത്തെ സഭകളിലുണ്ട്. കർത്താവിനെ സ്നേഹിക്കുന്നവർ ആത്മാവിനെ അനുസരിച്ച് നടക്കും. ഒരു സഭയിലെ അംഗമെങ്കിലും പരസ്പരം സ്നേഹിക്കാത്ത വിശ്വാസികളും അധികാര കസേരകൾക്കായി പോരാടുന്ന സഭാ നേതാക്കന്മാരും ആത്മാവിനെ അനുസരിക്കുന്നവരാണോ? അല്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കാത്ത ഏത് വ്യക്തിയും സാത്താൻ്റെ കെണിയിൽ അകപ്പെടും എന്ന് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ആത്മാവിനനുസരിച്ച് നടക്കാത്ത വിശ്വാസിയും ആത്മനിയന്ത്രണത്തോട് മത്സരിക്കുന്ന ദൈവസഭകളും അതാത് ദേശത്തിലെ സാത്താന്യ അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. ഇപ്രകാരം സാത്താന്യ ബന്ധനത്തിൽ അകപ്പെട്ടു പോയ വ്യക്തികളിൽ നിന്നും സഭകളിൽ നിന്നുമാണ് ആത്മീയ ദാരിദ്ര്യത്തിൻ്റെ ലക്ഷണങ്ങൾ വെളിപ്പെട്ടു വരുന്നത്. ലവോദിക്ക സഭ കർത്താവിൽ നിന്നും അകന്നു മാറിയിട്ടും കർത്താവ് സഭയെ സ്നേഹിച്ചു. ആത്മീക നയനങ്ങൾക്ക് അന്ധതയും ആത്മാവിൽ അനുസരണക്കേടിനാലും നിറഞ്ഞിരിക്കുന്ന ലവോദിക്ക സഭയെ കണ്ട് കർത്താവ് അരുളി ചെയ്തു: ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യമാണ് ഞാനിവിടെ പറഞ്ഞത്. വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകൾ സഭായുഗത്തിലെ 7 കാലഘട്ടങ്ങളെയാണ് ചിത്രീകരിക്കുന്നത്. ആരംഭത്തിൽ തന്നെ അവസാനവും അറിയും നമ്മുടെ കർത്താവ് സഭയുടെ ആരംഭം മുതൽ എടുത്തുകൊള്ളപ്പെടൽ വരെയുള്ള ചരിത്രം മുഴുവനും ഈ 7 സഭകൾക്കുള്ള ദൂതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആധുനിക ദൈവസഭകൾ ഇപ്പോൾ ലവോദിക്ക സഭയുടെ അതേ അനുഭവത്തിലെത്തിയിരിക്കുകയാണല്ലോ. സഭയ്ക്ക് വേണ്ടി ജീവൻ നൽകിയവന് ഇന്ന് സഭയ്ക്ക് ഉള്ളിൽ സ്ഥാനമില്ലാതെയായിരിക്കുന്നു. യേശുക്രിസ്തു ഇപ്പോൾ ലോകമനുഷ്യൻ്റെ ഹൃദയവാതിക്കൽ നിന്നുകൊണ്ടല്ല മുട്ടിക്കൊണ്ടിരിക്കുന്നത്, ദൈവസഭകളുടെ വാതിക്കൽ നിന്നുകൊണ്ട് തന്നെയാണ്. ആത്മീക ദാരിദ്ര്യത്തിന് അടിമപ്പെട്ട് തുടങ്ങിയിരിക്കുന്ന ലവോദിക്ക സഭയ്ക്കുള്ളിലെ ആ വലിയ ഭൂരിപക്ഷത്തോടൊപ്പം കുടുങ്ങി തനിക്ക് പ്രിയമുള്ളവരും ആത്മീക മരണത്തിന് അടിമപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അവിടുന്ന് വാതിക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നത്. തനിക്ക് പ്രിയമുള്ളവർ തൻ്റെ ശബ്ദം കേൾക്കേണ്ടിയിരിക്കുന്നു. ലവോദിക്ക സഭയുടെ കർത്താവ് ഇവിടെ പറഞ്ഞ നിർഭാഗ്യതയും അരിഷ്ടതയും കുരുട്ടുകണ്ണും നഗ്നതയുമെല്ലാം
നാം ആത്മീയമായി വ്യാഖ്യാനിക്കുന്നത് പോലെ വെളിപ്പാട് ദിവസം 3:20 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഈ അത്താഴത്തിൻ്റെ കാര്യവും ആത്മീയമായി തന്നെ നാം വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. ഈ അത്താഴം അക്ഷരികമായ സദ്യയോ കുഞ്ഞാടിൻ്റെ കല്യാണശാലയിലെ വിരുന്നോ അല്ല, അങ്ങനെ പറയുന്നവരുണ്ട്. മറിച്ച് ദൈവജനത്തെ ആത്മീയമായി പുഷ്ടിപ്പെടുത്തുവാനുള്ള ആത്മീക സമൃദ്ധിയാണ് കാണിക്കുന്നത്. അരിഷ്ടതയും കുരുട്ടുകണ്ണും നഗ്നതയും എല്ലാം നമ്മൾ ആത്മീയമായി വ്യാഖ്യാനിക്കുന്ന പോലെ തന്നെ ഈ അത്താഴത്തിൻ്റെ കാര്യവും ആത്മീയമായി തന്നെ വ്യാഖ്യാനിക്കണം. ഇതൊരു ആത്മീയ സമൃദ്ധിയെ കാണിക്കുകയാണ്. പ്രാവചനിക ഭാഷയിൽ പറഞ്ഞാൽ ഈ അത്താഴം ഒരാത്മീയ ഉണർവിനെ കാണിക്കുന്നു, ഒരന്ത്യകാല ആത്മീയ മുന്നേറ്റത്തെ കാണിക്കുകയാണ്. ഈ തലമുറയിൽ യേശുക്രിസ്തുവിൻ്റെ ശബ്ദത്തെ തിരിച്ചറിഞ്ഞ് അനുസരിക്കാൻ മനസ്സ് വെക്കുന്നവർ അവിടുന്ന് ഒരുക്കുന്ന ആ ആത്മീയ മുന്നേറ്റത്തിൽ, ആത്മീയ ഉണർവിൽ, അന്ത്യകാല ആത്മീയ ഉണർവിൽ പങ്കാളികളായി തീരും എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. സക്കരിയ പ്രവാചകൻ പുസ്തകം 9-12 വാക്യത്തിൽ ഇങ്ങനെ സക്കരിയാവ് ദൈവജനത്തോട് പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറഞ്ഞു, പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും എന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു. ഈ വാക്യത്തിൽ പറഞ്ഞ കോട്ട എന്നത് ദൈവിക സംരക്ഷണത്തെയാണ് കാണിക്കുന്നത്. ദൈവത്തോട് അല്ലെങ്കിൽ ദൈവജനത്തോട് അനുസരണക്കേട് പ്രവർത്തിച്ചവർ സാത്താന്യ ബന്ധനത്തിലായി തീർന്നെങ്കിലും ദൈവ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യൻ എന്നേക്കും അവൻ്റെ അടിമത്തത്തിൽ വസിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആദ്യ സ്നേഹത്തിൽ നിന്നും പിന്മാറിപ്പോയവർ ദൈവത്തിങ്കിലേക്ക് തന്നെ മടങ്ങി വരണം. അങ്ങനെ ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോഴാണ് സാത്താന്യ നുകങ്ങൾ തകർക്കപ്പെടുന്നത്. കടക്കാരൻ വന്ന് കുഞ്ഞുങ്ങളെ അടിമയാക്കാൻ വന്നതോടെ ഈ വിധവ ദൈവപുരുഷൻ്റെ അടുക്കിലേക്ക് പോകാൻ തീരുമാനിച്ചു. സാത്താന്യ ബന്ധനത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ അവൾ ദൈവത്തിങ്കിലേക്ക് തിരിയുകയായിരുന്നു. ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോഴാണ് നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റമുണ്ടാകുന്നത്.